ഇനി നോക്കാം ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. 2025 ഇന്ത്യൻ ഓട്ടോമൊബൈൽ മേഖല കുതിപ്പിൽ. വാഹന കയറ്റുമതിയിൽ 13% വളർച്ചയോടെ ഇന്ത്യ ആഗോള വിപണിയിൽ കരുത്തു തെളിയിച്ചു. ആഭ്യന്തര നിർമ്മാണത്തിൽ നിന്നും ആഗോള ഹബിലേക്കുള്ള മാറ്റമാണ് ഇത് സൂചിപ്പിക്കുന്നത്. 2025 ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ വ്യവസായത്തിന് ശക്തമായ ഒരു വർഷമായി മാറിയിരിക്കുകയാണ്. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിന്റെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം 2025 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ നിന്നുള്ള വാഹന കയറ്റുമതിയിൽ വാർഷികാടിസ്ഥാനത്തിൽ 13% വളർച്ച രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 5,78,091 യൂണിറ്റുകളായിരുന്നു. ഈ കാലയളവിൽ മൊത്തം 6,70,930 വാഹനങ്ങൾ കയറ്റുമതി ചെയ്തു. ഇന്ത്യ ഒരു ആഭ്യന്തര വിപണിയായി മാത്രമല്ല, ആഗോള ഓട്ടോമൊബൈൽ നിർമ്മാണ കേന്ദ്രമായും അതിവേഗം വളർന്നുവരുന്നുവെന്ന് ഇത് വ്യക്തമായി സൂചിപ്പിക്കുന്നു. മെക്സിക്കോ, ദക്ഷിണ അമേരിക്ക, ആഫ്രിക്ക, പശ്ചിമേഷ്യ തുടങ്ങിയ പ്രധാന വിപണികളിൽ ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങൾക്കുള്ള ആവശ്യം ശക്തമായി തുടരുന്നുവെന്ന് ഓട്ടോ കമ്പനികൾ പറയുന്നു. ഈ കാലയളവിൽ പെട്രോൾ, ഡീസൽ വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ചെറുകാറുകൾ, SUV-കൾ, പ്രീമിയം മോഡലുകൾ എന്നിവയെല്ലാം കയറ്റുമതി മെച്ചപ്പെട്ടു. ഇന്ത്യയുടെ നിർമ്മാണ നിലവാരവും ചെലവ് കുറഞ്ഞ ഉൽപ്പാദനശേഷിയും ഇപ്പോൾ ആഗോളതലത്തിൽ താൽപര്യം ആകർഷിക്കുന്നുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള കാർ കയറ്റുമതിയിൽ മാരുതി സുസുക്കി വീണ്ടും മുന്നിലെത്തി. 2025 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ കമ്പനി 3,08,237 വാഹനങ്ങൾ കയറ്റുമതി ചെയ്തു. ഇത് ഇന്ത്യയുടെ മൊത്തം കാർ കയറ്റുമതിയുടെ 46%. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വമ്പൻ മാറ്റവുമായി ഗൂഗിൾ ജെമിനി പേഴ്സണൽ ഇന്റലിജൻസ് എന്ന പുതിയ ഫീച്ചർ അവതരിപ്പിച്ചു. ഉപഭോക്താക്കൾക്ക് കൂടുതൽ വ്യക്തിപരവും സഹായകരവുമായ അനുഭവം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഗൂഗിൾ ജെമിനി ആപ്പിൽ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന പുതിയ ഫീച്ചർ അവതരിപ്പിച്ചു. ഉപയോക്താക്കളുടെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിൾ CEO സുന്ദർ പിച്ചൈയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഫീച്ചർ പ്രഖ്യാപിച്ചത്. ഉപയോക്തൃ ആവശ്യങ്ങൾ നന്നായി മനസ്സിലാക്കാനും കൂടുതൽ കൃത്യമായ പ്രതികരണങ്ങൾ നൽകാനും ഇത് ജെമിനിയെ അനുവദിക്കും. ഗൂഗിൾ ഉപയോക്താക്കളുടെ വലിയ ആവശ്യത്തെ തുടർന്നാണ് ഈ സവിശേഷത അവതരിപ്പിച്ചതെന്ന് സുന്ദർ പിച്ചൈ തന്റെ പോസ്റ്റിൽ പറഞ്ഞു. വൈവിധ്യമാർന്നതും സങ്കീർണവുമായ വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇമെയിലുകൾ അല്ലെങ്കിൽ ഫോട്ടോകൾ പോലുള്ള വ്യക്തിഗത വിവരങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ വേർതിരിച്ചെടുക്കൽ എന്നിങ്ങനെ 2 കാര്യങ്ങൾ പേഴ്സണൽ ഇന്റലിജൻസ് ഫീച്ചർ സംയോജിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഈ രണ്ടിന്റെയും സഹായത്തോടെ ജെമിനി ഉപയോക്താവിനോട് അതിനനുസരിച്ച് പ്രതികരിക്കുന്നു. ഗൂഗിൾ പറയുന്നതനുസരിച്ച് ഈ ഫീച്ചർ കണക്ട് ചെയ്ത ആപ്പുകളിൽ നിന്നുള്ള വിപുലമായ യുക്തിയും വിവരങ്ങളും ഉപയോഗിക്കുന്നു. ഈ സവിശേഷതയിൽ സ്വകാര്യത പരമപ്രധാനമാണെന്ന് ഗൂഗിൾ വ്യക്തമാക്കി. കൂടാതെ ഏതൊക്കെ ആപ്ലിക്കേഷനുകളാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ഉപയോക്താക്കൾക്ക് തീരുമാനിക്കാൻ കഴിയും. ഇത് എല്ലാ ആപ്പ് കണക്ഷനുകളും ഡീഫോൾട്ടായി അടയ്ക്കും. പേഴ്സണൽ ഇന്റലിജൻസ് ഫീച്ചർ നിലവിൽ ബീറ്റയിലാണ്. അമേരിക്കയിലെ ഗൂഗിൾ AI Pro, AI Ultra സബ്സ്ക്രൈബർമാർ നിലവിൽ ഈ ഫീച്ചർ പുറത്തിറക്കുന്നുണ്ട്. വെബ്, ആൻഡ്രോയിഡ്, iOS എന്നീ 3 പ്ലാറ്റ്ഫോമുകളിലും ഇത് ലഭ്യമാണ്. ഭാവിയിൽ ഇത് കൂടുതൽ ഉപയോക്താക്കളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആപ്പിളിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അന്തിമ മുന്നറിയിപ്പ്. $38 ബില്യൺ പിഴ ഈടാക്കിയേക്കുമെന്നും ആശങ്ക. ഇന്ത്യൻ വിപണിയിൽ ആപ്പ് സ്റ്റോറിലെ ആധിപത്യം ദുരുപയോഗം ചെയ്തു എന്ന പരാതിയിലാണ് ആപ്പിളിന് CCI അന്തിമ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആപ്പ് സ്റ്റോറിലെ ആധിപത്യം ആപ്പിൾ ദുരുപയോഗം ചെയ്യുന്ന കണ്ടെത്തലുണ്ടായതോടെ അമേരിക്കൻ ടെക് ഭീമനായ ആപ്പിളിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അഥവാ CCI അന്തിമ മുന്നറിയിപ്പ് നൽകി. കമ്പനി ഉടൻ മറുപടി നൽകിയില്ലെങ്കിൽ ആപ്പിളിനെതിരെ ഏകപക്ഷീയമായ ആന്റി ട്രസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. കഴിഞ്ഞ 1 വർഷമായി ആപ്പിൾ പ്രതികരണം വൈകിപ്പിക്കുകയാണെന്നും അന്വേഷണത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും CCI ആരോപിക്കപ്പെടുന്നു. 2022 ടിൻഡറിന്റെ മാതൃകമ്പനിയായ മാച്ച് ഗ്രൂപ്പും നിരവധി ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളും ആപ്പിളിനെതിരെ ആന്റി ട്രസ്റ്റ് പരാതി നൽകിയിരുന്നു. ആപ്പ് സ്റ്റോറിലെ തങ്ങളുടെ ആധിപത്യ സ്ഥാനം ആപ്പിൾ ദുരുപയോഗം ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് 2024 iOS ആപ്പ് വിപണിയിൽ അന്യായമായ പെരുമാറ്റം ആരോപിച്ച് CCI ഒരു റിപ്പോർട്ട് പുറത്തിറക്കി. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആഗോള വിറ്റുവരെ ഉപയോഗിച്ച് പിഴ കണക്കാക്കിയാൽ $38 ബില്യൺ വരെ പിഴ ഈടാക്കേണ്ടി വരുമെന്ന് ആപ്പിൾ ആശങ്ക പ്രകടിപ്പിച്ചു. അതേസമയം ആപ്പിൾ ഈ ആരോപണം നിഷേധിച്ചു. CCIയുടെ പിഴയെ ഡൽഹി ഹൈക്കോടതിയിൽ ആപ്പിൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ കേസ് ഇപ്പോഴും പരിഗണനയിലാണ്. അടുത്ത ആഴ്ചയോടെ മറുപടി നൽകാൻ ആപ്പിളിന് കമ്മീഷൻ അന്തിമ അവസരം നൽകിയിട്ടുണ്ട്. മറുപടി ലഭിച്ചില്ലെങ്കിൽ കമ്മീഷൻ കേസുമായി മുന്നോട്ടു പോകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.